ബഹുമാന്യരെ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചു. ഇന്ന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അലയൊലികൾ അവസാനിച്ചിട്ടില്ല. CPM തെരഞ്ഞെടുപ്പിന് മുന്നേ പറഞ്ഞത് UDF ജമാഅത്ത് ഇസ്ലാമിയുമായി ഐക്യപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. 2000-ലധികം വോട്ടുകൾ പോലും ജമാഅത്ത് ഇസ്ലാമിക്ക് നിലമ്പൂർ എന്ന് പറഞ്ഞ നിയോജക മണ്ഡലത്തിലില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇടതുപക്ഷം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ ഉദ്ദേശം വ്യക്തമാണ്. മുസ്ലിം ഇതര വോട്ടുകളെ ഐക്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. കുറെ കാലമായി CPM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വർഗീയപരമായി തന്നെയാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മുസ്ലിം മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പത്രത്തിൽ NRC-CA കുറിച്ചും ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ നിയന്ത്രണത്തിലുള്ള പത്രത്തിൽ മണിപ്പൂരിനെ കുറിച്ചും വാർത്ത നൽകിയത് ഇടതുപക്ഷമാണ്. ഇങ്ങനെ മതം വേർതിരിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നവരെ സംഘാവ് എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കുക? RSSുമായി കൂട്ടുകൂടിയിട്ടുണ്ട് എന്ന് നിർണായകപരമായ ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം അഭിമാനപൂർവ്വം പറയുന്നവരെ സംഘാവ് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കുക? ശ്രീ ഷാഫി പറമ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും മത്സരിച്ചപ്പോൾ നിങ്ങൾ ഇറക്കിയിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അന്ന് അത്തരത്തിലുള്ള ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് റിബേഷ് രാമകൃഷ്ണൻ എന്നുള്ള DYFI നേതാവാണ് എന്ന് കണ്ടെത്തിയത് കേരള പോലീസാണ്. മാത്രമല്ല അത് പ്രചരിച്ചത് റെഡ് എൻകൗണ്ടർ, അമ്പാടിമുക്ക് സഖാക്കൾ, റെഡ് ബറ്റാലിയൻ എന്നുള്ള ഗ്രൂപ്പിലാണ് എന്നും കണ്ടെത്തിയത് കേരള പോലീസാണ്. ഇതിന് നേതൃത്വം നൽകിയത് മുൻ CPMന്റെ MLAയും ഇപ്പോഴത്തെ നേതാവുമായിട്ടുള്ള KK ലതികയാണ് എന്നും ഞങ്ങൾ ആരും മറക്കില്ല. രാജ്യത്തുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്രയെ കണ്ടെയ്നർ യാത്ര എന്ന് ആക്ഷേപിച്ചവരെ നമ്മൾ സംഘാവ് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത്? വടകരയിലെ ഇടതുപക്ഷ നേതാവായിരുന്ന TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്താൻ പോകുമ്പോൾ മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചവരെ സംഘാവ് എന്നല്ലാതെ മറ്റെന്ത് വിളിക്കും? കഴിഞ്ഞ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി KK ശൈലജയുടെ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പാലത്തായി പോക്സോ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. RSS നേതാവും അധ്യാപകനുമൊക്കെ ആയിരുന്ന പത്മരാജനെ സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുത്തത് അന്നത്തെ കേരള പോലീസാണ് എന്നുള്ളത് ജനം മറക്കില്ല. സകല ചട്ടങ്ങളും മറികടന്ന് MR അജിത് കുമാറിനെ കേരള പോലീസ് മേധാവിയാക്കാനുള്ള വ്യഗ്രതയിലാണ് കേരള സർക്കാർ. എന്തിനാണ് MR അജിത് കുമാറിനെ പോലെയുള്ള വ്യക്തിയെ ഇത്രമാത്രം പിണറായി വിജയൻ സംരക്ഷിക്കുന്നത്? നിങ്ങളുടെ മുന്നണിയിൽ തന്നെയുള്ള CPI നേതാക്കൾ പറഞ്ഞത് തൃശൂർ പൂരം കലക്കുന്നതിൽ MR അജിത് കുമാറിന് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല RSS നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ഈ വ്യക്തിയെ സംരക്ഷിക്കുന്നവരെ സംഘാവ് എന്നല്ലാതെ മറ്റെന്താണ് നമ്മൾ വിളിക്കുക? സൈബർ സംഘാക്കൾക്ക് ശശികല ചാപ്പക്കുത്തലാണല്ലോ പ്രധാന പരിപാടി. PK ശശികല നടത്തുന്നത് വിദ്വേഷ പ്രസംഗമാണ് എന്ന് നല്ല ബോധ്യം ഉണ്ടായിട്ടും എണ്ണമറ്റ വർഗീയ പ്രസ്താവനകൾ അവർ നടത്തിയിട്ടും നിങ്ങളുടെ പോലീസ് അവർക്ക് നേരെ എത്ര കേസുകൾ എടുത്തു? എത്ര തവണ അവരെ അറസ്റ്റ് ചെയ്തു? എത്ര തവണ അവരെ റിമാൻഡിൽ അടച്ചു? അതുകൊണ്ട് ആ ചാപ്പയടി നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. മാത്രമല്ല വരും നാളുകളിൽ വേണമെങ്കിൽ ശശികല ഫാൻസ് അസോസിയേഷൻ എന്നോ ശശികല സംരക്ഷണ സമിതി എന്നുള്ള പേരിൽ നിങ്ങൾക്ക് അറിയപ്പെടാം.